രാജ്യത്തെ കള്ളപ്പണക്കാരെക്കുറിച്ചും അവരുടെ നിക്ഷേപങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ കൈവശമുണ്ട്. ആയതിനാൽ എത്രയും വേഗം നിക്ഷേപം സംബന്ധിച്ച് കള്ളപ്പണക്കാർ സ്വമേധയാ വെളിപ്പെടുത്തണമെന്ന് ആദായനികുതി വകുപ്പ് പരസ്യത്തിലൂടെ ആവശ്യപ്പെട്ടു. നിയമവിരുദ്ധ നിക്ഷേപത്തെക്കുറിച്ച് വെളിപ്പെടുത്താൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ നടപടി നേരിടേണ്ടി വരും. കള്ളപ്പണം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പദ്ധതിയുടെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ആദായനികുതി വകുപ്പിന്റെ മുന്നറിയിപ്പ്. പദ്ധതി പ്രകാരം വെളിപ്പെടുത്തുന്ന കള്ളപ്പണത്തിന്റെ 50% പിഴയായി നൽകണം. അതോടൊപ്പം വെളിപ്പെടുത്തുന്ന തുകയുടെ 25% ഗരീബ് കല്യാൺ യോജന പദ്ധതിയിൽ 4 വർഷത്തേക്ക് നിക്ഷേപിക്കുകയും വേണം. അതേസമയം കള്ളപ്പണം നിക്ഷേപം പിടിച്ചെടുക്കുകയാണെങ്കിൽ 107% പിഴ അടയ്ക്കേണ്ടി വരും. അതിനിടെ പദ്ധതി ലക്ഷ്യം നേടില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പദ്ധതി പ്രകാരം 1 ലക്ഷം കോടി രൂപ വെളിപ്പെടുത്തുമെന്നായിരുന്നു ആദായനികുതി വകുപ്പ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നിലവിലെ കണക്കുകൾ പ്രകാരം ലക്ഷ്യം വെച്ച തുകയുടെ 1/4 വെളിപ്പെടുത്തൽ മാത്രമേ ഉണ്ടാകൂവെന്ന് ആദായനികുതി വകുപ്പ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കഴിഞ്ഞ 3 വർഷത്തിനിടെ രാജ്യത്ത് 45,662 കോടി രൂപയുടെ കള്ളപ്പണ നിക്ഷേപം പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി സന്തോഷ് ഗാംഗ്വാർ ലോക്സഭയിൽ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.